മിസ്റ്റർ പത്മകുമാർ കമ്മിറ്റഡ് ഗ്രേവ് ഒഫീഷ്യൽ മിസ്കണ്ടക്ട് ബൈ ഡെലിബറേറ്റ്ലി മേക്കിംഗ് എന്താണ് ഫാൾസ് എൻട്രീസ്, കള്ളത്തരം കാണിച്ചു എന്നാ പറയുന്നത്. അല്ലാതെ ഈ പറഞ്ഞ അവിടെ ദേവസ്വം അധ്യക്ഷനായിരിക്കെ അറിയാതെ ഉണ്ടായ നോട്ടപ്പിഴവ് എന്നല്ല. കള്ളത്തരം കാണിച്ച ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു പത്മകുമാർ എന്ന് തന്നെ കോടതി മെസ്സേജ് ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങൾക്ക് ബോധ്യം വരുന്നില്ല, ഒരു പേര് നടപടിക്ക് നിങ്ങൾ തയ്യാറാവുന്നില്ല. എന്താണ് കാര്യം? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. ഫാൾസിനെ സംബന്ധിച്ച് അത് ക്ലറിക്കൽ ലാപ്സ് ആണോ അതോ ജോയിന്റ് ലയബിലിറ്റി ആണോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനാ നടപടി എന്ന് പറഞ്ഞാൽ ആ സഖാവിന്റെ മരണമാണ്, ആ സഖാവിന്റെ സംഘടനയ്ക്കുള്ളിൽ നിന്നുള്ള മരണമാണ്. എന്തോ എങ്ങനെ സംഘടനാ നടപടി മരണത്തിന് തുല്യമാണ്. അങ്ങനെ സംഘടനാ നടപടിയെടുത്ത് മരണപ്പെട്ട ഒരു പി ശശി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട്, മറ്റ് സംഘടനാ നടപടിയെടുത്ത് മരണപ്പെട്ടു പോയ ഒരാൾ KTDC ചെയർമാനായിട്ട് റിപ്പോർട്ട്. ദയവേത് നിങ്ങൾ ഈ കള്ളന്മാരെ സംരക്ഷിക്കുന്നതിന് ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾ പറയരുത്. ജയകുമാറിനെ മുഖ്യമന്ത്രി നേരിട്ട് നിയമിച്ചു. ഈ വാസുവിനെ നേരിട്ട് നിയമിച്ചത് മുഖ്യമന്ത്രിയല്ലേ? വാസുവിനെ നിയമിച്ചത് മുഖ്യമന്ത്രിയല്ലേ? അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ ഉത്തരവാദിത്വം ഒരാളുടെ ഉത്തരവാദിത്വം മാത്രം എടുക്കുകയും മറ്റൊരു ഉത്തരവാദിത്വം എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുക? മൂന്നാമത്തെ കാര്യം, ശരിയാണ്, KPCC സെക്രട്ടറി ആയിരുന്നു PS പ്രശാന്ത്. ആ PS പ്രശാന്ത് കോൺഗ്രസിനകത്തുള്ളപ്പോൾ 1 രൂപയുടെ കള്ളത്തരത്തിന്റെ ആരോപണം അദ്ദേഹത്തിനെതിരെ ഇല്ല. CPM-ലേക്ക് ചെന്നു, ക്ഷേത്ര കൊള്ളയിൽ പ്രതിയായി. കൊള്ള നടത്തുന്നവരുടെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നേ. അതല്ലേ ഞങ്ങൾ കോൺഗ്രസ് ഈശ്വര ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്.